ഞാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനു സൽമാൻ അൽ ഫാരിസിയെ കുറിച്ചല്ല, സെയ്ദ് ഇബ്നു ഹാരിസയെ കുറിച്ച് പറഞ്ഞു. ഹാരിസ ജോലിക്ക് പോകുമ്പോൾ സെയ്ദിനെ കൊണ്ടുപോകും. ഉമ്മാക്ക് തീരെ കുട്ടിനെ കിട്ടുന്നില്ല, സെയ്ദിനെ തീരെ ഉമ്മാക്ക് കിട്ടൂല. ഒരു ദിവസം ഒന്ന് കുട്ടിനെ കൂടെ കിട്ടാൻ വേണ്ടി ഉമ്മ ഒരു ഐഡിയ എടുത്തു. ഉമ്മ ഒരു വിരുന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോവുകയാണ് എൻ്റെ കുടുംബത്തേക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പോയിക്കോ, കുട്ടിനെ കൊണ്ടുപോണ്ടായിരുന്നു. അതിൽ ഉമ്മ പറഞ്ഞു, ഞാൻ ആകെ പോകാൻ തീരുമാനിച്ചതിനെ കുട്ടിനൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്ന പറഞ്ഞു. അങ്ങനെ അവസാനം രണ്ടാളും കൂടിയും തിരക്ക് കൂടി അവസാനം സമ്മതിച്ചു. നാളെ ഇന്ന് സെയ്ദ് വിരുന്ന് പോവുകയാണ്. അന്ന് വാപ്പ ജോലിക്ക് തന്നെ പോയില്ല. അങ്ങനെ ഒരു കച്ചവട സംഘത്തോടൊപ്പം ഉമ്മയും കുട്ടിയും ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന അത്രയും ദൂരം നടന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ അവസാനം കണ്ണിന്ന് മരണ വരെ നോക്കിന്നു. അവസാനം മനല്ല മനസ്സോടെ ഇങ്ങനെ മടങ്ങിപ്പോന്നു. അവരിങ്ങനെ കച്ചവട സംഘത്തോടൊപ്പം സെയ്ദും ഉമ്മയും പോയി. അവരിങ്ങനെ കുറേ സഞ്ചരിച്ച് കുറേ ദൂരം പോയി. അവസാനം വിരുന്ന് പോയ സ്ഥലത്തെത്തി. കുടുംബക്കാരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കടന്നുറങ്ങിയപ്പോൾ ഒരു വലിയ കൊള്ളസംഘം വന്നിട്ട് അവിടുത്തെ മുഴുവൻ സമ്പത്തും കൊള്ളടിച്ചു. കൂട്ടത്തിൽ നല്ലൊരു കുട്ടിനെ കിട്ടിയപ്പോൾ അവൻ കൊണ്ടുപോയി. അടിമകളെ വിൽക്കുന്ന പതിവുണ്ടന്ന്. അപ്പൊ കുട്ടിനെ കിട്ടിയാലും ആവശ്യമുണ്ട്, അവർ കൊണ്ടുപോയിട്ട് ത്വായിഫിനോട് ചേർന്ന് കിടക്കുന്ന ഉക്കാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ചന്തയുണ്ടായിരുന്നു അക്കാലത്ത്. ആ ഉക്കാദിൽ കൊണ്ടുപോയി കുട്ടിയെ വിറ്റു. കുട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. ഈ വിരുന്നൊന്ന കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഭയങ്കര വിഷമമാണല്ലോ. അവനാൻ്റെ കുട്ടികൾക്ക് പറ്റും പോലെ അല്ല അത്. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും അന്വേഷിച്ചു. എല്ലാ അന്വേഷണവും പരാജയപ്പെട്ടു. ഒരു രക്ഷയില്ല, കുട്ടിനെ കിട്ടാനൊരു വഴിയില്ല. എങ്ങനെയപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നും അറിയില്ല, പോകല്ലാതെ രക്ഷയില്ല. അവസാനം സെയ്ദിൻ്റെ ഉമ്മ ഇങ്ങനെ തിരിച്ചു വരികയാണ് പെരേക്ക്. പെരയിലോട്ട് വന്നിട്ട് വാപ്പാടി വിവരാണ്ട് പറഞ്ഞേക്കിന് പെരേന്ന് ഒരൊറ്റ ഓട്ടം കണ്ട് ഓടിയിട്ടിങ്ങനെ ഓടി തളർന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നടന്നു. ഭ്രാന്തായി. കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കും, നിങ്ങൾ സെയ്ദിനെ കണ്ടോ? വല്ല കച്ചവട സംഘവും എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ ഉടനെ ഹാരിസ് അവിടെ ഓടിയെത്തും. നിങ്ങൾ എൻ്റെ പൊന്നാര മോൻ സെയ്ദിനെ കണ്ടോ എന്ന് ചോദിക്കും. ആരും കണ്ടില്ല, മനുഷ്യനും കണ്ടില്ല, കണ്ടതേയില്ല. ഭയങ്കര നിരാശയായി. നിരാശ കൂടുന്നതിനനുസരിച്ച് മുമ്പേക്ക് ഭ്രാന്ത് കൂടി. മനുഷ്യന്മാരോടൊന്നും ചോദിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടാതെ വന്നപ്പം മരങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. നീ എൻ്റെ മൃഗങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒട്ടകമേ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? പശുവോ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? മരങ്ങളോടൊക്കെ ചോദിച്ചു. ഭ്രാന്തായി. ഭ്രാന്ത് കൂടിയാൽ പിന്നെ പാട്ടുപാടും. അങ്ങനെ ഹാരിസ ഒരു പാട്ടുകാരനായി ഇങ്ങനെ നടന്നു. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാ അം അതദൂനഹുൽ അജൽ ഫവല്ലാഹി മാ അദ്രി വഇന്നി ലസായിലുൻ أغالك بعد السهيل أم غالك الجبل بكيت على زيد സെയ്ദിനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കരയുകയാണ്. വലം അദ്രി മാ ഫഅൽ, സെയ്ദിന് എന്തു പറ്റി എന്നെനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അഹയ്യുൻ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ? അം അതാദൂനഹുൽ അജൽ, അതല്ല അവൻ മരിച്ചുപോയോ? സെയ്ദ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പാടി പറഞ്ഞു. പർവ്വതങ്ങളോട് ചെന്നിട്ടൊക്കെ പറയും, പർവ്വതമേ, മലയെ, പാറക്കല്ലേ, നിന്റെ അടിയിൽ എൻ്റെ മോൻ സെയ്ദുണ്ടോ? സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. വഇൻ ഹബ്ബത്തിൽ ഹൈജാഉ ഹയജീന ദിക്റഹു ഫയാതൂല മാ ഹുസിനി അലൈഹി വയാ വജൽ. കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോൾ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്.
കാറ്റിങ്ങനെ തിരിച്ചു പോകുമ്പോഴും എനിക്കെൻ്റെ മോനെ ഓർമ്മ വരികയാണ്. എനിക്കെൻ്റെ മോനല്ലാതെ വേറൊന്നും ഓർമ്മ വരുന്നില്ല. പാട്ടുപാടിയ ആളിങ്ങനെ നടന്നു, ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും. സെയ്ദിനെ കൊണ്ടുപോയിട്ട് ഉഖാദ ചന്തയിൽ വിറ്റപ്പോൾ ഹക്കീം ബിൻ ഹുസാം എന്ന പേരായ ഒരാളാണ് അവിടുന്ന് വാങ്ങിയത്. ഹക്കീം ബിൻ ഹുസാം എന്ന് പറയുന്ന ആള് ഖദീജ ബീവിയുടെ കുടുംബക്കാരനാണ്. ആ അടിമനെ കൊടുത്തിട്ട് ഖദീജ ബീവിക്ക് കൊടുത്തു. നബിതങ്ങളോ ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോൾ നബിതങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി സെയ്ദ് എന്ന അടിമനെ ഏൽപ്പിച്ചു കൊടുത്തു. നബിതങ്ങൾ സെയ്ദിനെ സ്വതന്ത്രനാക്കി. അങ്ങനെയാണ് വളർത്തുപുത്രനാകുന്നത്. നബിതങ്ങളുടെ അടുക്കൽ സെയ്ദ് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കഅബ സന്ദർശിക്കാൻ വേണ്ടി മക്കത്ത് വന്നു. അവർ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെയ്ദ് ഉണ്ടായിക്കൂടെ ഇങ്ങനെ നടക്കണം. മോനെ സെയ്ദേ, എടാ ഞങ്ങളൊപ്പം പോരുകയാണെങ്കിൽ നാട്ടിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഞാൻ പോരുന്നില്ല. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എവിടെ നിൽക്കുന്നത്, ആരോടെയാണ്, എന്താ പണിയെന്നൊക്കെ ചോദിച്ചു. ഇവിടെ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ വീട്ടിലാണ്, ജോലിയൊക്കെ സുഖാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു തിരിച്ചുപോയി. ഒരു യാത്രാ സംഘം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഹാരിസ ഓടിച്ചെന്നു. ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെൻ്റെ മോന് സെയ്ദിനെ കണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു പറഞ്ഞു. എവിടെ കണ്ടതെന്ന് ചോദിച്ചു. മക്കത്താണ് പറഞ്ഞു. മക്കയിൽ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഹാരിസ വീട്ടിൽ പോയിട്ട് ഒരു ചാക്ക് കൊണ്ട് എടുത്തിട്ട് പെരയിലുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനവും അതിലിട്ടു. വില കിട്ടണ എല്ലാ സാധനവും അതിലിട്ടു. തോളിലേറ്റിയിട്ട് മൂപ്പര അഞ്ചനെയും കൂട്ടിയിട്ട് മക്കത്തേക്ക് പോയി. മക്കയിൽ ചെന്ന് ഏതാണ് അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അന്വേഷിച്ചു. ആളുകൾ കാണിച്ചു കൊടുത്തു. അതാ കാണുന്ന ചെറിയ വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്നു. വാതിൽ മുട്ടി. നബിതങ്ങൾ പുറത്തു വന്നു. കയറിയിരിക്കൂന്ന് പറഞ്ഞു. അവർ കയറിയിരുന്നു. എന്തെങ്ങൾ വന്നു എന്ന് ചോദിച്ചു. ഞങ്ങളെ മോന് സെയ്ദ് ഈ വീട്ടിൽ അടിമയായി ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എത്ര പണം വേണമെങ്കിലും വന്നിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ വിളിക്കാം, നിങ്ങളുടെ മോനല്ലേ, പണമൊന്നും തരണ്ട, അവൻ നിങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. എന്തിനാ പൈസ നിങ്ങളെ കുട്ടിനെ കൊണ്ടുപോവാൻ? അതുകൊണ്ട് ഞാൻ വിളിക്കാം, അവൻ നിങ്ങളുടെ കൂടെ പോരാൻ തയ്യാറാണ്, നിങ്ങൾക്ക് കൊണ്ടുപോലോ. മോനെ സെയ്ദ്, ലബ്ബൈക യാ റസൂലല്ലാഹ്. സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. എന്തിനാ മോനെ സെയ്ദേ, ഈ വന്നിരിക്കുന്ന രണ്ടുപേർ ആരാണെന്ന് നിനക്കറിയുമോ മോനെ? അള്ളാഹുവിൻ്റെ റസൂലേ, ഒന്നെൻ്റെ പിതാവ് സെയ്ദും ഒന്നെൻ്റെ പിതാവ് ഹാരിസയും മറ്റൊന്ന് എൻ്റെ എളാപ്പയുമാണ് നബിയെ. ഇവർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയുമോ മോനെ? അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ടുപോവാനാണ് അവർ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് നബിയേ. അത് പറഞ്ഞപ്പോൾ ഹാരിസ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, എത്രയും മോനെ സെയ്ദേ, എത്ര കാലമായടാ നിന്നെയും ആലോചിച്ചുകൊണ്ട് ഈ വാപ്പ നടക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ ഉമ്മ നിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വീട്ടിലിരിക്കുകയാണ്. വാപ്പയായ എൻ്റെ അടുക്കലും നിന്റെ ഉമ്മയുടെ അടുക്കലും ഒരു മകനായി താമസിക്കുന്നതിനേക്കാൾ ഈ മുഹമ്മദിന്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമയായി താമസിക്കുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ പെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സയ്യിദുനാ സെയ്ദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉപ്പായുടെ അടുക്കൽ എനിക്കൊരു പ്രയാസവുമില്ല, എൻ്റെ ഉമ്മയുടെ അടുക്കൽ എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ എൻ്റെ ഉപ്പയുടെ അടുക്കലും എൻ്റെ ഉമ്മയുടെ അടുക്കലും ജീവിക്കുന്നതിനേക്കാൾ മനസ്സിന് സന്തോഷം തോന്നുന്നത് നിങ്ങളുടെ അടുക്കൽ അടിമയായി ജീവിക്കുന്നതിനാണ് നബിയേ. അതിനാൽ അങ്ങനെ പറഞ്ഞേക്കരുത് പ്രവാചകരേ. സ്വഭാവം നന്നായാലും ഒഴിഞ്ഞു പോവില്ല എന്നർത്ഥം. ആര്? ഓരോരുത്തരും അവനാനെ പറ്റി തന്നെ ആലോചിക്കണം. മറ്റോൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നന്നായാൽ, വാപ്പാൻ്റെ സ്വഭാവം നന്നായാൽ, ഭാര്യൻ്റെ സ്വഭാവം നന്നായാൽ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നായാൽ എന്നാലോചിക്കരുത്
ഇൻ്റെ സ്വഭാവം നന്നായാൽ എന്നെ ആരും ഒഴിഞ്ഞു പോകൂല എന്ന് നമുക്ക് എപ്പോൾ ആലോചിക്കാൻ പറ്റുമോ അപ്പോൾ വിജയമാണ്. മറ്റോണ്ടൊരു കാര്യമില്ല. ഒരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു നബിയേ. എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ മുതലും നിന്റെ വാപ്പാൻ്റെ തന്നെയാണ്. ഇജ്ജന്നെ എൻ്റെ വാപ്പാൻ്റെ എന്നിട്ടല്ലേ മുതല് എന്ന് ചോദിച്ചു. അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ മുതലും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചാൽ ഉമ്മ അങ്ങനെ ചെയ്യും എന്നതുകൊണ്ടാണല്ലോ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് ചേന്ന് പറയരുത് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നത് ന്യായമല്ല. 100 കഷ്ണാക്കി മുറിച്ചാലും ഉമ്മ തന്നെയാണ്, വാപ്പ വാപ്പന്നെയാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ മാറുമെന്ന് കരുതിയിട്ട് ഇസ്ലാമിയത്തിലോട്ട് നിൽക്കും വേണ്ട, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഉള്ളമാതിരി നിലനിന്ന് മരിക്കോളാൻ എനിക്ക് പോകാൻ പറ്റുമോ? സ്വർഗത്തിലെ നടുക്കത്തെ വാതിൽ വാപ്പാന്റെ വാതിലാണ്, ആയിക്കൂടെ കയറാം. ആയിക്കൂടെയാണ് കയറാൻ പറ്റും. സ്വർഗത്തിലെ നടുക്കത്തെ വാതിൽ വാപ്പാന്റെ വാതിലാ. മുത്തുനബി പറഞ്ഞതാണ്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, എല്ലാ ഭാര്യമാരും മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വർഗം കടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്ന് മനസ്സിലായാൽ പ്രശ്നം തീർന്നു. അമ്മായിമാര് മനസ്സിലാക്കണം, മോനുണ്ടായിരുന്ന സ്നേഹത്തെ വീതിച്ചു കൊണ്ട് തന്നെയാണ് ഭാര്യ കൊടുത്തിട്ടുള്ളത്. ഇനി മക്കളുണ്ടാവുമ്പോൾ അത് വീതിച്ച് തന്നെയാണ് പിന്നെയും മക്കൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഭാര്യയോടടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഉമ്മാരും മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു. നാത്തൂൻ പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അമ്മായിമ്മ പ്രശ്നത്തിൻ്റെ താപിയാണ്. അമ്മായിമ്മ പ്രശ്നം ഇല്ലെങ്കിൽ നാത്തൂൻ പ്രശ്നം ഉണ്ടാവില്ല. അമ്മായിമ്മ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രശ്നമുള്ളൂ? നാത്തൂൻ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപിയായി വരുന്ന, അതിനെ തുടർന്ന് വരുന്ന പ്രശ്നം മാത്രമാണ് നാത്തൂൻ പ്രശ്നം. അമ്മായിമ്മ പ്രശ്നമാണ് പോയാൽ നാത്തൂൻ പ്രശ്നം അതിൻ്റെ ഒപ്പം പോയേ പറ്റൂ, എന്തായാലും പോയിരിക്കും. അതുകൊണ്ട് അമ്മായിമ്മ പ്രശ്നമാണ് ഇല്ല നോക്കേണ്ടത്, അതിന് രണ്ടുപേരും ശ്രദ്ധിക്കണം. അപ്പോഴാണ് കുടുംബം ഒരു രസമുള്ള സംഗതിയാണ്. കുടുംബബന്ധം നേരെയാണോ നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസആലൂന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ അള്ളാഹുവിനെ കൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. കുടുംബബന്ധത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അള്ളാഹു നിരീക്ഷകനെ വെച്ചുകൊണ്ട് നോക്കുന്ന ഒരു കാര്യമാണ് കുടുംബബന്ധം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ എൻ്റെ വിഷയാവതരണം അവസാനിക്കും. പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം, പഴയ കാലത്ത് കുടുംബത്തിൽ ഹയാഇന് വലിയ സ്ഥാനമുണ്ടായിരുന്നു, ലജ്ജ. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. പുതിയ കാലത്ത് ഹയാഇനൊരു സ്ഥാനവും ഇല്ല എന്നത് വലിയൊരു സംഗതിയാണ്. വാസ്തവത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയെ ഈമാനുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിലും ഒരു ലജ്ജ ആവശ്യമാണ്. ഇസ്ലാമിയത്തിലെ ഓരോ പ്രയോഗങ്ങൾ വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കക്കൂസിന്റെ പേര് ഹലാ എന്നാണ്, ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ സൂക്ഷിച്ചുള്ള ഒരു വാക്കാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിന്നെ ഇണചേരുന്നതിൻ്റെ പേര് ജിമാ എന്നാണ്, സംഗമം എന്നാണ് ആ വാക്കിനർത്ഥം. ഒരു കേട്ടാൽ മോശമില്ലാത്തൊരു പേരാട്ടിട്ടുള്ളത്. ഇങ്ങനെ ഇസ്ലാമിയത്തിലെ ഓരോ പ്രയോഗങ്ങളും മോശമില്ലാത്ത, ലജ്ജയ്ക്ക് എതിരല്ലാത്ത പ്രയോഗങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇസ്ലാമിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹയാ എന്ന് പറയുന്ന ലജ്ജ. ആ ലജ്ജ ഉണ്ടാവണം. ലജ്ജ പോയാലാണ് സോഷ്യലിസമാകുന്നത് എന്ന്
സോഷ്യലിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. സോഷ്യലിസ്റ്റുകൾക്കൊരു വാദമുണ്ട്, ഈ ലജ്ജ അള്ളാഹുവിൻ്റെ ദീൻ മാത്രമേ ലജ്ജയെ ദീനിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇലാഹിയായ മതം മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? ഹയാ എന്ന ലജ്ജയെ മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യം ഞമ്മക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ലജ്ജ വേണമെന്നുള്ളത് ഞമ്മക്കല്ലാതെ ആർക്കും മനസ്സിലാവില്ല, വേറൊരു മനുഷ്യനും മനസ്സിലാവില്ല. സോഷ്യലിസ്റ്റ് സാമൂഹ്യവാദികൾ അധികവും ഈ ലജ്ജ ആവശ്യമില്ല എന്ന് വാദിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ ആശയങ്ങളൊക്കെ വരുന്നത്. ലജ്ജ കളഞ്ഞിട്ടുള്ള സമത്വമല്ല ഇസ്ലാം പറയുന്നത്, ലജ്ജ നിലനിർത്തിക്കൊണ്ടുള്ള സമത്വത്തെയാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹയാ നിലനിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വാപ്പ, അമ്മ, ഭാര്യ, മക്കള് എന്നിവർക്കിടയിൽ ഒരു ഹയാ നിലനിൽക്കേണ്ടതുണ്ട്. സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ വരെ ഇന്ന് ഹയാ ഇല്ല. ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ആടിക്കളിക്കുന്നത് വാപ്പി ഇമ്മിയും മക്കളും ഡൈനിങ് ഹാളിൽ ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ വരെ ഇന്ന് ലജ്ജയില്ലാത്തൊരു കാലമായിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് എടുത്തു പോയിട്ടുള്ളത് ലജ്ജയാണ്, ഹയാ ആണ്. അത് ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ലജ്ജ, ഹയാ എന്നത് ഈ നഷ്ടപ്പെട്ടു പോകുന്ന, എടുത്തു പോകുന്ന ഒരു പ്രവർത്തനം കുടുംബത്തിൽ ഇല്ലാതിരിക്കണം. അപ്പോൾ കുടുംബം വളരെ ഈമാനികമായ പുരോഗതിയുള്ള കുടുംബമായിട്ട് മാറും. ഒറ്റ കാര്യം കൂടിയും പറഞ്ഞത് ഇതാണ്, മുസ്ലിം സമൂഹത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപരാധം, ഒരു അപജയമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നത്. നേരത്തെ കടക്കണില്ല വേറെ കാര്യമാണ്, പക്ഷെ നേരത്തെ കടക്കണില്ല എന്നതിനേക്കാൾ ഡേഞ്ചറാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നത്. നമ്മളിങ്ങനെ ഒരു വഴിക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അമുസ്ലിങ്ങളുടെ എല്ലാ വീട്ടിലും എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് മുറ്റടിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ നീക്കണില്ല. ഇനി നീച്ചാൽ തന്നെ വല്ലിപ്പ മാത്രമാണ് നീച്ചത്. മൂപ്പർക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണ്. വരുമെങ്കിൽ മൂപ്പര് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എല്ലാ വല്ലിപ്പാരും ഒരു കാര്യം ചെയ്യണം, രാവിലെ എഴുന്നേറ്റ ഉടനെ പെരയത്തെ എല്ലാ സ്വിച്ചും ഇട്ടേക്കണം. കയ്യത്തിനോടത്തുള്ള മുഴുവൻ സ്വിച്ച് ഇടുക. ലൈറ്റിൻ്റെ കേട്ടോ, മോട്ടറിൻ്റെ അല്ല. ലൈറ്റ് മിക്സിൻ്റെ ഒന്നും സ്വിച്ച് അല്ല, ലൈറ്റിൻ്റെ മുഴുവൻ സ്വിച്ചും പോയിടാം. അവൻ മോൻ പറയും കറണ്ട് ബില്ല് കൂടുന്നുണ്ടെന്നൊക്കെ പറയും. എത്ര ഈ കറണ്ട് ബില്ല് ഇപ്പോൾ കൂടിയപ്പോൾ എത്ര? രാവിലെ നേരത്തെ ഒന്ന് ലൈറ്റ് എത്താൻ വേണ്ടി ഒരു 100 റുപ്യ കറണ്ട് ബില്ലാണ് കൂടുകയാണെങ്കിൽ കൂടട്ടെ, എല്ലാറ്റിനും നമ്മളടുത്ത് പൈസ ഉണ്ടല്ലോ, ആ 100 റുപ്യം കൂടി ഉണ്ട് എന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് വല്ലിപ്പം നീച്ചേക്കിനി എല്ലാം നേർക്ക് നേരെ വിളിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. കാരണം കുവൈത്തിൽ നിന്ന് പൈസ അയക്കണത് ലീവിന് നാട്ടിലേക്ക് വന്നതല്ലേ, എങ്ങനെയപ്പോൾ ലൈറ്റ് ഇടാന്നൊക്കെ തോന്നും, അല്ല വിളിക്കുക എന്നൊക്കെ തോന്നും. പക്ഷെ ലൈറ്റ് ഇടാൻ ഒരു പ്രയാസം ഇല്ലല്ലോ. എല്ലാ ലൈറ്റും പോയിട്ട് നടന്നിട്ടിട്ട് തന്നെ വായിൽ ഉറക്കണ്ട, പുറത്തുനിന്നില്ല. വായിൽ പറ്റുന്നിടത്തൊക്കെ മുട്ട, ഒച്ച ഉണ്ടാക്കുക, കാരി കുരക്കുക, തുപ്പുക, അങ്ങനെയൊക്കെ കൂടി എങ്ങനെയൊക്കെയാണോ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പെരയിലുള്ള മുഴുവൻ ആൾക്കാരെയും ഉണർത്തണം. എല്ലാ രാവിലെ എഴുന്നേൽക്കുന്ന വല്ലിപ്പാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചെറിയ കുട്ടികളൊക്കെ എത്ര നേരത്തെ ലോകത്ത് 3 മനുഷ്യന്മാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ്. 3 ആൾ. ഒന്ന് ആബിദീങ്ങളായ 4 മനുഷ്യന്മാരാണ്. ഒന്ന് ആബിദീങ്ങൾ, എല്ലാ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. സുബഹിന്റെ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു ഔലിയപ്പാപ്പാനെ കാണാൻ കഴിയൂല. അങ്ങനത്തെ ഒരു സ്വാലിഹില്ല സുബഹിന്റെ നേരത്തെ കിടന്നുറങ്ങണേ. രാവിലെ നേരത്തെ എഴുന്നേൽക്കും എല്ലാ സ്വാലിഹായ മനുഷ്യനും. 2 പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ഗുരുക്കന്മാര്, അവരെ തുടർന്നിട്ടുള്ള ആളുകൾ, മുസ്ലിം ആയിക്കോണമെന്നില്ല, പാരമ്പര്യ ശീലത്തിന്റെ പേരിൽ എഴുന്നേൽക്കുന്നവർ. 3-മത്തത് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് 10 മാസത്തിൽ താഴെ പ്രായമുള്ള ഉറങ്ങുന്ന കുട്ടികളാണ്. 10 മാസത്തിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടിയും സുബീൻ്റെ മുമ്പ് ഉണരും. നിങ്ങൾ ഇന്ന് പോയിട്ട് നോക്കിക്കോളി, ഇല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതി. ഉറപ്പാണ് ഞാനീ പറഞ്ഞത്. 10 മാസത്തിൽ താഴെയുള്ള എല്ലാ കുട്ടികളും സുബഹിൻ്റെ മുമ്പ് ഉണരും. എന്തിനാ ഉണരുന്നത് മുലയൂടിക്കാനാണ് കേട്ടോ. കാരണം ആ കുട്ടി, ഒരു കുട്ടിക്ക് ഏറ്റവും നന്നായി മുലയൂട്ടേണ്ട സമയം സുബഹി ബാങ്കിൻ്റെ അല്പം മുമ്പ് അത്താഴ സമയത്താണ്. ഏറ്റവും നന്നായി മുലയെടുക്കേണ്ട സമയമാണത്. അതിനാണ് കുട്ടി ഉണരുന്നത്. 4-മത്തത് പുലർച്ചെ നേരത്തെ ഉണരുന്നത് ഗർഭിണികളാണ്. ഗർഭിണികൾക്ക് സുബഹിൻ്റെ മുമ്പ് ഉറക്കം വരാറില്ല. അതിൻ്റെ കാരണം വയറ്റിലുള്ള കുട്ടി തന്നെയാണ് അതിൻ്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് നൽകിയിട്ടുള്ള വലിയ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്
അവരാ ഉണരുന്നത്. അതുകൊണ്ട് അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുള്ള എല്ലാ വിഭാഗക്കാരും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മുസ്ലിം കുടുംബങ്ങളും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന ശീലം കൊണ്ടുവന്നാൽ തന്നെ നമ്മളെ എല്ലാ പ്രശ്നവും തീരും എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ